നിമ്മി ഹായ്. എന്ന് പോയാലും നമ്മൾ താൻ ആദ്യം പറയുക. അല്ല, എന്നും ഈ സ്റ്റോപ്പിൽ നിന്നാണോ ബസ് കയറുന്നതെന്ന് ചോദിക്കുകയായിരുന്നു. ഏയ് അല്ല, ഞാൻ കോച്ചിനോട് സംസാരിക്കാൻ നിന്നതാണ്. ഫുട്ബോൾ കോച്ച്. മുമ്പ് ഞാൻ കളിക്കുമായിരുന്നു. അതുപോലെ ബസ് പോയി, അതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇനി മുതൽ കാർ എടുക്കണമെന്ന് തോന്നുന്നു. ഇപ്പൊ ഫുട്ബോൾ കളിക്കാറില്ലേ? സ്കൂളിൽ ഞാൻ കളിക്കുമായിരുന്നു. ഇവിടെയും കളിക്കണമെന്നാണ് കോച്ച് പറയുന്നത്. ശ്രമിച്ചാൽ ക്യാപ്റ്റൻ ആകാമെന്ന് ഞാൻ തുടങ്ങിയതാ, പക്ഷെ നിർത്തി. അതെന്താ? അത് ഞാൻ അല്ല, ഡാഡിയും മമ്മിയും അവർ പറയുന്നത് ക്ലാസ് കഴിഞ്ഞുള്ള പരിപാടികൾക്കൊന്നും നിൽക്കേണ്ടതാണ്. നമ്മൾ കോളേജിലും രാജ്യങ്ങളിലും ഒക്കെ വെച്ച് പലപ്പോഴും കാണാറുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോ ഈ സഭയിൽ ഞാൻ പുതിയതായതുകൊണ്ടായിരിക്കും, അല്ലേ? അപ്പോ ഫുട്ബോൾ ടീമിൽ ചേരുന്നില്ലേ? കോച്ചിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ദേഷ്യം കൊണ്ട് ചുവന്ന് നമ്മുടെ മതത്തിന്റെ കാര്യമൊന്നും പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. പിന്നെ എന്ത് പറഞ്ഞു? എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ. അതുകൊണ്ട് ഈ വർഷം പഠനത്തിൽ ശ്രദ്ധിക്കാനാണ് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തട്ടിയുള്ളൂ. അപ്പൊ പഠിക്കാനാണോ തീരുമാനം? എവിടെ പറയാൻ ഇപ്പോൾ ആർക്കാ പറ്റാത്തത്? നോക്കാം. സ്കൂളിൽ വെച്ച് ഈ മോട്ടോർ ടാങ്കിന്റെ മുമ്പിൽ കയറിയത് കേട്ടല്ലോ, ശരിയാണോ? ആര് പറഞ്ഞു? ഇതിപ്പോ ആർക്കാ അറിയാത്തത്? ആരുടെയോ കയ്യിൽ അതിന്റെ ഒരു ഫോട്ടോ പോലും ഉണ്ട്. എനിക്ക് വയ്യ. ഇതൊക്കെ ആളുകൾ എങ്ങനെ അറിയുന്നു? അപ്പോ കേട്ടത് നേരെ അല്ലേ? എന്തിനാ അത് ചെയ്തത്? എല്ലാവരും വിചാരിച്ചു എനിക്കത് പറ്റില്ല. ഒടുവിൽ അത് പ്രശ്നമായില്ലേ? അതുകൊണ്ട് ചില ഗുണവും ഉണ്ടായാലും കൂട്ടിക്കോ. അപ്പോ പഠനം കഴിഞ്ഞ് എന്താ പരിപാടി? എന്തെങ്കിലും പ്ലാൻ ചെയ്തോ? വൈകുന്നേരം ചെയ്യണം. മറ്റെന്തെങ്കിലും ജോലിയോട് ബന്ധപ്പെട്ട്? എന്റെ ലക്ഷ്യം അതാണ്, വൈകുന്നേരം. എന്നീടെയോ? എന്നും എനിക്കറിയില്ല. നല്ലൊരു ജീവിതം എന്ന് വെച്ചാൽ നല്ല ജോലി, നല്ല കുടുംബം, യാത്രകൾ, ഇതൊക്കെ ഇല്ലാതെ എന്ത് ജീവിതം? ജീവിക്കുകയാണെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിതം. പിന്നെ പറ്റുമെങ്കിൽ പൈനീറും ചെയ്യാം. അതിനാദ്യം സ്നാനപ്പെടണ്ടേ? താൻ ധൃതി കൂട്ടാതെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും സ്നാനപ്പെടണ്ടെന്ന് ശരിക്കും ആഗ്രഹമുണ്ടോ? ഉണ്ടെന്നേ. ഈ കൊല്ലം ഒന്ന് കഴിഞ്ഞു, അത് കഴിഞ്ഞ് സ്നാനം. എന്താ നീ മറന്നു? അതെടുക്കാൻ എന്തെടുക്കാൻ? ഷെൽഫിൽ നിന്ന് നിന്റെ സ്പോർട്സ് ഡ്രസ് എടുത്തു മാറ്റാൻ കോച്ച് പറഞ്ഞു. ഇപ്പോൾ തന്നെ അയാൾ നല്ല ദേഷ്യത്തിലാണ്. ഓക്കെ, ഞാൻ വരാം. ഒരു നിമിഷം, ഞാൻ ഇപ്പോൾ വരാം. സോറി. ഇറ്റ്സ് ഓക്കെ. ഒരു കൈ ബാക്കി വെച്ചല്ലോ, ഉപകാരം. അപ്പോ എനിക്ക് പെട്ടിയില്ല. എന്താ? ഡെന്നിയെ വീഴ്ത്താൻ നോക്കുകയായിരുന്നല്ലേ? അവൻ എന്നെ വീഴ്ത്താൻ നോക്കിയെന്ന് പറ. നിനക്കറിയില്ലേ, അവൻ സ്നാനപ്പെട്ടിട്ട് പോലുമില്ല. അതിനെന്താ? സർക്കിട്ടിലെ പെൺകുട്ടികൾ മുഴുവനും അവന്റെ പുറകെയല്ലേ. പിന്നെ സ്നാനത്തിന്റെ കാര്യം അതവൻ ഉടനെ ചെയ്യും. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? നീ ഇത് ഏത് ലോകത്താ? സഹോദരന്മാരെക്കാൾ കൂടുതലാണ് സഹോദരിമാരുടെ എണ്ണം എന്ന് വെച്ചാൽ 5 പെൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടി. മനസ്സിലായോ? പിന്നെ ആരെന്നോട് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ആരോ ഇന്നൊരു ധന്യേക്കാൾ നല്ലൊരാള് നിനക്ക് കിട്ടില്ല. അങ്ങനല്ലാതെ പിന്നെ ആരാ ഉള്ളത്? ബോബിയോ? മേഘ, അവനെ വെറുതെ വിട്ടേക്കാൻ. അല്ല, ബോബിക്ക് എന്താ ഒരു കുഴപ്പം? ബോബിക്ക് എന്താ കുഴപ്പമില്ല. നീ സീരിയസ്? അവനെ പോലൊരു പഴഞ്ചൻ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സെങ്കിലും ഉണ്ടോ അവന്? നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അവനെ ഡേറ്റ് ചെയ്യാൻ ഏതെങ്കിലും പെൺകുട്ടി തയ്യാറാകുമോ? ഡേറ്റിങ്ങിനെ കുറിച്ചല്ലാതെ നിനക്കൊന്നും പറയാനില്ലേ? നോക്കൂ നീ, ബോബി നമ്മുടെ ടൈപ്പേ അല്ല. അവനങ്ങനെ ആകാനും പറ്റില്ല. അവനെ കുറച്ച് നന്നായി ജീവിക്കണമെന്ന് ഒരു ചിന്ത വേണം. എപ്പോൾ നോക്കിയാലും വയസ്സേണ്ട് ആ പൊട്ട സൈക്കിളും എടുത്ത് ഇറങ്ങിപ്പോകും. പിന്നെ ആരാ ഉള്ളത്? നല്ല സഹോദരന്മാരില്ലെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ആർക്കാ ഇപ്പോഴത്തെ ധൃതി? ഇനി എല്ലായിടത്തും വൈകിയെത്തുന്നത് ഒരു ശീലമാണ്. പക്ഷെ ഒന്ന് ഓർത്തോ, വിവാഹ മാർക്കറ്റിൽ വൈകിയെത്തിയാൽ പിന്നെ രക്ഷയില്ല മോളെ. ആർക്കും വേണ്ടാത്ത ഒരാളെ വേണ്ടി കഴിയേണ്ടി വരും. നീ നിർത്ത. എല്ലാവരും വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ വിവാഹം കഴിക്കരുത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർക്ക്? എത്ര പേരെ ബന്ധം വേർപ്പെടുത്തുന്നത്? എന്തായാലും എനിക്ക് നല്ലൊരു ജീവിതം വേണം. ശരിക്കും സ്നേഹമുള്ള ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഗുഡ്. നിനക്ക് തന്നെ വേണ്ടെങ്കിൽ അത് പറ. അവനെ ഇഷ്ടമുള്ള ഒരാളെ എനിക്കറിയാം. മേഘന, ഡെന്നി ഇതുവരെയും സത്യം കാര്യമായി എടുത്തിട്ടില്ല. അവന് മട്ടും ഭാവം കണ്ടാൽ അറിയില്ലേ? അതൊക്കെ മാറിക്കോളും. നിനക്ക് എന്താ ഇത്ര ഓർത്ത്? ഞാൻ മാറ്റിയെടുക്കുമാണ്. മേഘ, വസ്ത്രം മാറുന്നത് പോലെ അത്ര
ഒരാളുടെ വ്യക്തിത്വം മാറ്റിയെടുക്കാൻ നമുക്കാവില്ല. അത് അവർ തന്നെ ചെയ്യേണ്ടതാണ്. യഹോവയിലുള്ള സ്നേഹം കൊണ്ട്. നിനക്ക് എന്നെ അറിയില്ല, അതുകൊണ്ടാണ് നീ ഇതൊക്കെ പറയുന്നത്. ഓ എന്റെ രേഖ, നിനക്ക് ഈ പരിഹാസം ഒന്ന് നിർത്തിക്കൂടി. ഞാൻ ഇങ്ങനെയാണ്, എന്തു ചെയ്യാം? പോയല്ലോ, വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതാവുള്ളൂ. എന്താടാ ഒരു ഇത് നിനക്കവളെ ശരിക്കും? ആ ആണത് കുടിക്കും മോനെ. വേണ്ട, ആ മോഹം കളഞ്ഞേക്കും. അവൾ ടൈപ്പ് വേറെ. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് തന്നെ വേണം നിനക്ക്, അല്ലേ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അവൾ മതത്തിലൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലല്ലേ? അതിനെന്താ, ഞാനും അങ്ങനെയാണല്ലോ. എന്ന് മുതലാണോ? അവൾ പോകുന്ന സഭയിൽ തന്നെയാണ് എൻ്റെ ഡാഡിയും മമ്മിയും പോകുന്നത്. ഒരു ഭക്തൻ വന്നിരിക്കുന്നു. ഒന്ന് ഓടെ. പണം, സ്പോർട്സ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് നേരാ. ദൈവകാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി താല്പര്യപ്പെടുത്തണമെന്ന് ഇടയ്ക്കൊക്കെ എനിക്കും തോന്നാറുണ്ട്. എങ്കിൽ പിന്നെ നിനക്ക് ഞങ്ങളുടെ സഭയിൽ വന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാലോ? ഓ, എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഒരു പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ മമ്മിയെ കുറിച്ചൊരു കാര്യം, അവൾ ഹിസ്റ്ററി ക്ലാസ്സിൽ ഒരു സൂപ്പർ പ്രോജക്റ്റ് അവതരിപ്പിച്ചു. നാസികളുടെ മുന്നിൽ പിടിച്ചു നിന്നതിന് നിങ്ങളുടെ ആളുകളെ സമ്മതിക്കണം. അപ്പൊ ശരി, കാണാം. ഓക്കെ. ആ പിന്നെ ഈ ശനിയാഴ്ച ഗ്രൗണ്ടിൽ കളിയുണ്ട്. നീ വരുന്നോ? എപ്പോ? രാവിലെ 10 മണി. ഓ, അത് വയസ്സേവനത്തിന് പോകണമല്ലോ. എന്ത്? ഓക്കെ, നോ പ്രോബ്ലം, ഞാനുണ്ടാകും. പ്രസംഗത്തിന്റെ വിഷയം സ്നേഹം സത്യക്രിസ്തീയ സഭയെ തിരിച്ചറിയും. അത്യാവശ്യം എനിക്ക് നിന്നോടൊരു കാര്യം പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് ഇപ്പോഴും ഞാൻ കണ്ടു നിങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ സഭയിൽ പുതുതായിട്ട് വരുന്നവരോട് പിന്നെ സംസാരിക്കണ്ടേ? ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഞാൻ കാണുന്നുണ്ട്, കുറെ നാളായല്ലോ. ഒന്ന് പതുക്കെ. അല്ല, എന്താ ഇപ്പം പെട്ടെന്ന് അവനെ സപ്പോർട്ട് ചെയ്യാൻ? എനിക്ക് മനസ്സിലായി, ആള് ക്യൂട്ടാണ്, സ്മാർട്ടാണ്, കോളേജിലെ ഹീറോയാണ്. ഓരോരുത്തരും അവനിപ്പോൾ നിന്റെ പിന്നാലെയാണല്ലോ. എന്തൊക്കെയാണ് നീ പറയുന്നത്? നിന്റെ കാര്യങ്ങളിൽ തലയിടുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷേ ആളുകൾ നിങ്ങളെ കുറിച്ച് പലതും പറയുന്നുണ്ട്. ആളുകൾക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോലെ ഞാൻ അകത്തേക്ക് പോകുന്നു. നിങ്ങളുടെ നോട്ടവും ഭാവവും ഒന്നും ആരും കാണുന്നില്ലല്ലോ. നിനക്ക് അപകടമൊന്നും പറ്റുന്നതേ എനിക്കുള്ളൂ. അപകടമോ? എന്താ അപകടം? ഒന്ന് ഞാൻ പറയാം. അവന് നിന്നോട് നീ വിചാരിക്കണത്ര ഇഷ്ടമൊന്നുമില്ല. ഓ, അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഈ മെസ്സേജുകളോ? ഇതുപോലെ 100 കണക്കിന് മെസ്സേജുകൾ പ്ലസ് ഇമെയിൽസ്. പറയുന്നത് കൊണ്ട് വിഷമം തോന്നുന്നു. നിനക്ക് മാത്രമല്ല അവനിത് അയക്കുന്നത്. ഇതാ ഇത് കണ്ടോ, ഇതെല്ലാം അവനയച്ചതാണ്. പിന്നെ യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം പലരും കരുതുന്നതിനേക്കാൾ എന്താ രണ്ടുപേരും കൂടി കാര്യമായി എന്തോ ചർച്ചയാണല്ലോ. ഒന്നുമില്ല, ഞാൻ വെള്ളം കുടിക്കാൻ വന്നത്. അതിനെന്തിനാ ഇങ്ങനെ ഓടിപ്പോകുന്നത്? അല്ല, നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ കാണും. ഞാൻ പോയേക്കാം. എന്തായാലും രണ്ടുപേരും കൂടെ. നീ മറ്റു പെൺകുട്ടികൾക്ക് മെസ്സേജ് ഇമെയിലും ഒക്കെ അയക്കാറുണ്ടോ? ഓ, ഒരു അസൂയ മണക്കുന്നുണ്ടല്ലോ. അല്ല, മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഉള്ളതിൽ എന്താ തെറ്റ്? അവർ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ഡെന്നി ഓർത്തിട്ടുണ്ടോ? എന്നെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ എന്നെ ഒരു ഫ്രണ്ടായി കണ്ടാൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ അവർ പ്രതീക്ഷിക്കരുത്. അപ്പോ നമ്മുടെ കാര്യമോ? നമ്മൾ വെറും ഫ്രണ്ട്സാ? അല്ല, തന്നെ എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. പക്ഷെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. എന്ത് കാര്യങ്ങൾ? അപ്പോ ആത്മീയ ലക്ഷ്യങ്ങളോ? ഓ, അതോ? ആ, ദമ്പതികൾക്കുള്ള സ്കൂളിൽ പങ്കെടുക്കുന്ന കാര്യം. ദമ്പതികൾക്കുള്ള സ്കൂളോ? ക്രിസ്തീയ ദമ്പതികൾക്കുള്ള ബൈബിൾ സ്കൂൾ. നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, മറന്നോ? ഇല്ല, ഓർമ്മയുണ്ട്. പക്ഷെ നിനക്കും അത് താല്പര്യമില്ലല്ലോ. അതെങ്ങനെ ഡെന്നിക്കറിയാം? ഞാൻ ഉദ്ദേശിച്ചത്, അത് കഴിഞ്ഞാൽ പിന്നെ അവൾ പറയുന്നിടത്തേക്ക് നമ്മൾ പോകേണ്ടി വരില്ല. അതോടെ സകല സ്വാതന്ത്ര്യവും പോകും. മാസങ്ങളോളം എനിക്ക് മെസ്സേജ് ഇമെയിലും അയച്ചിട്ടിപ്പോ സ്വാതന്ത്ര്യം പോകുന്നു. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിന്നെ അത് വിടും. മതി, ഹാളിലേക്ക് പോകാം.
പ്രസംഗം ബാക്കി എങ്കിലും കേൾക്കാം. ഓക്കെ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് നല്ല സ്റ്റൈലാണ് മുടി. കാണാനും നല്ല സ്റ്റൈലാ. യഹോവേ, ശരിയായ തീരുമാനമെടുക്കാൻ എന്നെ സഹായിക്കണേ. എന്താ മോളെ, എന്ത് പറ്റി? ഒന്നുമില്ല. നിന്റെ മുഖം മാറിയിരിക്കുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഡെന്നിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? മോൾക്ക് എന്താ പറ്റിയത്? എനിക്കറിയില്ല ഡാഡി. എന്താണെങ്കിലും ഞങ്ങളോട് പറഞ്ഞോളെ. ഇങ്ങനെയൊക്കെ തോന്നുമെന്ന് ഞാൻ കരുതിയതേയല്ല. ഡെന്നിയൊക്കെ നമ്മുടെ സഭയിലേക്ക് വന്നപ്പോൾ അവൻ സ്നാനം ഏറ്റിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഡെന്നി എനിക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി, മെസ്സേജ് അയക്കാൻ. എന്തിനെ കുറിച്ച്? അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല. അവൻ ഇപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, പിന്നെ കുറെ തമാശകൾ. പിന്നെ അതൊരു പതിവായി. വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അവൻ മോശമായിട്ട് എന്തെങ്കിലും എഴുതിയോ? അങ്ങനെയാണെങ്കിൽ ഞാനത് പണ്ടേ നിർത്തിയേനെ. പക്ഷേ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പോലും ഞങ്ങൾ സംസാരിച്ചു. മോളെ, അതത്ര നിസ്സാരമല്ല. എന്നിട്ട് മോൾ എന്താ ഇക്കാര്യം ഞങ്ങളോട് പറയാറുള്ളത്? എപ്പോഴാണ് മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതെന്ന് അറിയില്ല. ഡെന്നി എന്നെ ശ്രദ്ധിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും ഒക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവനെ കാണാൻ, അവൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ആകർഷണം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വിവാഹം കഴിക്കാനുള്ള പക്വത നിങ്ങൾക്കായിരുന്നു മോൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. നിമ്മി, ഇനിയിപ്പോ മോൾക്ക് അതിനുള്ള പക്വതയായിരുന്നു തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഡെന്നിക്കോ ആത്മീയതയുള്ള ഒരു കുടുംബനാഥനായിരിക്കും അവനെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ആത്മീയ കാര്യങ്ങളിൽ അവൻ നേതൃത്വം നിൽക്കുന്നു. അതിനുള്ള പക്വത അവനായിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സന്തോഷം ഉണ്ടാവില്ല. അവൻ സ്നാനപ്പെട്ടിട്ട് പോലുമില്ല. ആദ്യം ഈ ലോകത്തുനിന്ന് കാലുറപ്പിക്കട്ടെ എന്നാണ് അവൻ പറയുന്നത്. ഈ ലോകം നശിക്കുമെന്ന് ശരിക്കും വിശ്വസിക്കുന്നില്ലേ എന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു. മോളെ, എന്തായാലും നീ ഇതേപ്പറ്റി പ്രാർത്ഥിക്കണം. യഹോവയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഡെന്നിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് നിന്റെ കാര്യത്തിൽ അവൻ സീരിയസ് ആണെന്നുള്ളതിന് എന്താ ഉള്ളത്? മമ്മി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ പാടില്ലല്ലോ. വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ റോഡുകൾ കണ്ണിൽ നിന്ന് നടിക്കുന്നത് ബുദ്ധിയല്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴാണ്. വിവാഹത്തിന് മുമ്പ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ എല്ലാം സഹിച്ച് കൂടെ കഴിയുകയേ നിവൃത്തിയുള്ളൂ. ശരിയാ മോളെ, വിവേകമുള്ളവർ അനർത്ഥങ്ങൾ ഒളിച്ചു കൊടുക്കും. വിവാഹത്തിന് ശേഷം നമ്മൾ മറ്റേയാളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യണമെന്നില്ലേ? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് വിവാഹത്തിന് മുൻപതായിക്കൂടാ? സ്നേഹമുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. മോളെ, നല്ലവണ്ണം ആലോചിച്ചിട്ടാണ് ഇണയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഡെന്നി ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. നീ അങ്ങനെയല്ല. ഡെന്നിയുമായുള്ള ബന്ധം യഹോവയുമായി നിനക്കുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കണം. ദൈവത്തെ സേവിക്കുന്നത് എളുപ്പമാക്കി തീർക്കുമോ അതോ ബുദ്ധിമുട്ടാക്കി തീർക്കുമോ എന്ന് സത്യസന്ധമായി വിലയിരുത്തണം. മോളെ, സ്നേഹപ്രകടനങ്ങൾ വാക്കുകൾക്ക് അപ്പുറമായാൽ പിന്നെ നേരാവണ്ണം ചിന്തിക്കാൻ പറ്റില്ല. അത് ഓർമ്മ വേണം. എനിക്കറിയാം മോളെ. നിമ്മി, ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീ തന്നെയാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിന്നെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കുള്ളൂ. നിനക്കും നിന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ നന്മ വരുത്തുന്ന നല്ല തീരുമാനം. ഇപ്പോൾ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൽ. എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റു കുട്ടികൾ അവരുടെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ നടക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു നഷ്ടബോധം. ഞാൻ ഒറ്റയ്ക്കായതുപോലെ. മമ്മിക്കത് മനസ്സിലാകും മോളെ. പക്ഷേ യഹോവയെ സേവിക്കുന്നതല്ലേ മോളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ കരുതാത്ത ഒരാളെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന ഏകാന്തതയുണ്ടല്ലോ, അതാണ് ഏറ്റവും ദുസ്സഹം. തുടക്കം മുതൽ തന്നെ യഹോവയായിരിക്കണം നിങ്ങളുടെ ബന്ധത്തിന്റെ മൂന്നാമത്തെ കാര്യം. പൗലോ സഹോദരന്റെയും പ്രിസില്ല സഹോദരിയുടെയും ജീവിതം നോക്ക്. ഡാഡിക്കും എനിക്കും വലിയൊരു പ്രോത്സാഹനമാണ് അവർ എന്നും. സമയം കിട്ടുമ്പോൾ മോൾ അവരോടൊന്ന് സംസാരിക്കണം. മോളെ, നമ്മുടെ ഈ ആഴ്ചത്തെ കുടുംബാരാധനയ്ക്ക് വിവാഹത്തെക്കുറിച്ചുള്ള ചില ലേഖനങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? നല്ലൊരു തീരുമാനമെടുക്കാൻ അത് മോളെ സഹായിക്കും. ശരി ഡാഡി. മോള് ശരിയായ തീരുമാനമേ എടുക്കൂ എന്ന് ഞങ്ങൾക്കറിയാം. എന്ത് തീരുമാനം എടുക്കുമ്പോഴും യഹോവയെ ഓർക്കണം, അവനോട് പ്രാർത്ഥിക്കണം. പിന്നെ ആ തീരുമാനങ്ങൾ മോളെ എങ്ങനെ ബാധിക്കുമെന്ന്
മോളുടെ ഭാവി. ഡെന്നിയെ മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് സത്യസന്ധമായി വിലയിരുത്താനാണ് ഡാഡിയും മമ്മിയും പറയുന്നത്. എനിക്ക് അവനെ ശരിക്കും അവൻ സ്മാർട്ടല്ലേ എങ്ങനെ നോക്കിയാലും, അല്ലാതെ മറ്റു ചിലരെ പോലെയല്ല. ഓ പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു ബോബി. ഹായ് നിമ്മി, ഇത് കുറെ അന്വേഷിച്ച് കാണും അല്ലേ? താങ്ക് യു ബോബി, ഇത് ഞാൻ എവിടെയെല്ലാം നോക്കിയിരുന്നോ. ഹായ് ബോബി എന്ന പാർട്ടിക്ക് വരുന്നില്ലേ? സഹോദരങ്ങളെല്ലാം ഉണ്ടാകും. വരും, പക്ഷേ കുറച്ച് ലേറ്റാണ്. ലേറ്റോ? നീയോ? പൗലോ സഹോദരന് കമ്പ്യൂട്ടർ നന്നാക്കി കൊടുക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല കാര്യം. ബോബിക്ക് ഭക്ഷണം എടുത്തു വെക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താങ്ക്സ്. ആ ക്ലാസ് തുടങ്ങാറ്, ഞാൻ ചെല്ലട്ടെ, അല്ലെങ്കിൽ ലേറ്റാണ്. അപ്പൊ ശരി, ബൈ. നോക്ക്, ഇപ്പോ എന്തായി? ഞാൻ പറഞ്ഞു, ആരുടെയോ കമ്പ്യൂട്ടർ നന്നാക്കാൻ വേണ്ടി പാർട്ടിക്ക് ലേറ്റായി വരുമ്പോൾ ഇങ്ങനെയൊരു കമ്പ്യൂട്ടർ പ്രാന്ത്. മേഘ, വീട്ടുകാരെല്ലാം എതിർത്തിട്ടും ഒറ്റയ്ക്ക് പഠിച്ച് സത്യത്തിൽ വന്നയാളാ ബോബി, അത് മറക്കരുത്. നീ എന്തിനാ ബോബിക്ക് വേണ്ടി വാദിക്കുന്നത്? നിനക്ക് എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ബോബിക്ക് വേണ്ടി വാദിക്കുകയൊന്നുമല്ല. നോക്ക് നീ, ഡെന്നിയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. പക്ഷേ അവനിതുവരെ സ്നാനപ്പെട്ടിട്ടില്ലല്ലോ. മാത്രമല്ല ഡേറ്റ് ചെയ്യാനും കല്യാണം കഴിക്കാനുമുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ലെന്നാണ് ഡാഡിയും മമ്മിയും പറയുന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നത് എൻ്റെ മമ്മിക്ക് എതിരൊന്നുമില്ല. അതുമല്ല, വികാരം കൊണ്ട് എരിയുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നത് നല്ലതാണെന്നല്ലേ ബൈബിൾ പറയുന്നത്. അത് ശരിയാ, പക്ഷേ നവയൗവനം കഴിയുന്നത് വരെ കാത്തിരിക്കാനും അത് പറയണമല്ലോ. നോക്കില്ലേ, ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വിവാഹമാർഗത്തിൽ വൈകി വന്നിട്ട് പിന്നെ ജീവിതകാലം മുഴുവൻ അതോർത്ത് ദുഃഖിക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓ, എൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുമെന്നായിരിക്കും. അത് നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ ഡ്രസ്സ് കണ്ടാൽ മതിയല്ലോ. അപ്പോ ഞാനും നിന്നെ പോലെ എഴുതി പിടിച്ചതും തിരക്കം കണ്ടതും ഒക്കെ ഇട്ട് നടക്കണമെന്നാണോ? നോക്ക്, നീ എന്തെങ്കിലും എനിക്ക് ചെലവിന് തരുന്നത് അങ്ങനെ ഒരവസ്ഥ വരട്ടെ, അപ്പോൾ നിന്റെ അഭിപ്രായം ചോദിക്കാം. മേഘ, നിന്നെ സ്നേഹിക്കുന്ന ഒരാളെയാണോ നിനക്ക് വേണ്ടത്, അത് നിന്റെ ശരീരത്തെ സ്നേഹിക്കുന്ന ഒരാളെയാണോ? അപ്പോ എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനായിരിക്കും നിന്റെ തീരുമാനം. ദുരിതം നിറഞ്ഞ ഒരു വിവാഹ ജീവിതത്തെക്കാൾ എന്തുകൊണ്ട് നല്ലത് ഒറ്റയ്ക്ക് കഴിയുന്നതാണ്. അടുത്തത് നമ്മളാണെന്ന് തോന്നുന്നു. നിന്നെ വന്നത് വലിയ ഉപകാരമായി. പിന്നെ നീ സഹായമായി ഇറങ്ങി തുടങ്ങിയത് കേട്ടു. നന്നായി മോളെ, താങ്ക്സ്. നിങ്ങളുടെ സഭ ആദ്യമായി സന്ദർശിച്ചത് ഞാൻ ഓർക്കുകയായിരുന്നു. അന്ന് നിനക്ക് ഒരു 4 വയസ്സ് കാണും. അന്നേ ഞങ്ങൾക്ക് നിന്നെ വലിയ ഇഷ്ടമായിരുന്നു. അന്ന് മീറ്റിംഗിലുണ്ടായിരുന്നു. എൻ്റെ മമ്മി ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഹോബിയെക്കുറിച്ച് പറയാൻ പോകാമെന്ന് പറഞ്ഞ് മമ്മിയെ കൈ പിടിച്ച് വലിച്ച് നീ മത്സരത്തിന് കൊണ്ടു. അന്നത്തെ ആ കുട്ടിയാണ് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ആ, കുഴപ്പമില്ല. അപ്പോ എന്തോ കുഴപ്പമുണ്ട്. മോൾക്ക് ഞങ്ങളോട് എന്തോ പറയാനുണ്ടല്ലോ. ആ, നിങ്ങളോട് പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഡെന്നിയെ കുറിച്ചാണ്. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. പ്രത്യേകിച്ച് മേഖലയുടെ കൂടെ അവനെ കാണുമ്പോൾ. അവന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ കഴിയുമോ? എനിക്കറിയില്ല. കഴിയും മോളെ, യഹോവ നല്ലവനാണ്. കാലം മാറ്റാത്ത മുറിവുകളില്ല. അങ്ങനെയാണ് യഹോവ നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ബന്ധം തകർന്നെന്ന് കരുതി എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. ചിലപ്പോൾ അതൊരു അനുഗ്രഹമായിരിക്കും. ശരിയാണ്. മോളുടെ പ്രായത്തിൽ ഞങ്ങൾക്കും ചിലരോട് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അവരെ ആരെയും വിവാഹം കഴിക്കാതിരുന്നത് എത്ര നന്നായെന്നോ. ഞങ്ങളെ ഒന്നിപ്പിച്ചതിന്
യഹോവയ്ക്ക് നന്ദി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. കണ്ടോ, ഈ ചിരിയാണ് എൻ്റെ ഹൃദയം കവർന്നത്. ആഹാ, ഇതാണ് യഥാർത്ഥ സ്നേഹം. പക്ഷേ ഒരാളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് എങ്ങനെ അറിയും? അതൊരു ചോദ്യമാണ്. പരസ്പരം ആകർഷണം തോന്നിയതുകൊണ്ടോ മനസ്സിന് അടുപ്പം തോന്നിയതുകൊണ്ടോ അത് യഥാർത്ഥ സ്നേഹമാണെന്ന് പറയാനാവും. അതിൽ ശക്തമായ അടിസ്ഥാനം വേണം. അല്ലാത്ത പക്ഷം അത് തള്ളില്ല. ഈ നല്ലവി അതെ, ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ സമയമെടുക്കും. നമ്മുടെ തന്നെ വികാരങ്ങൾ വിലയിരുത്താനും സമയം വേണം. ആദ്യത്തെ ആ വികാരങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങുന്നതുവരെ കാത്തിരിക്കുക. എന്നിട്ട് ചിന്തിച്ചു നോക്കുക, ശരിക്കും യഹോവയെ ഭയപ്പെടുകയും അവന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണോ ഇത് എന്ന്. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാണോ? പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ആൺകുട്ടികളുടെ കാര്യത്തിൽ ഒരാൾ അതിനെ എങ്ങനെയുള്ളവനാണ് എന്നതാണ് കാര്യം. യഥാർത്ഥ ജീവിതത്തിൽ അതിനാണ് പ്രസക്തി. പക്ഷേ പുറമെ കാണുന്നത് കണ്ട് വഞ്ചിക്കപ്പെടുന്നവരാണ് പലരും. പുസ്തകത്തിന്റെ പുറച്ചട്ട മാത്രം കണ്ട് ഒരു പുസ്തകത്തെ വിലയിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോ ഒരാളെ മനസ്സിലാക്കാൻ എന്താ മാർഗം? ആദ്യം അതേക്കുറിച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് ആ വ്യക്തിയെ അടുത്തറിയാൻ ശ്രമിക്കുക. പക്ഷേ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ കാത്തുകൊള്ളാൻ ശ്രദ്ധിക്കണം. തമ്മിൽ ചേരും എന്ന് ഉറപ്പായാൽ മാത്രമേ വൈകാരികമായി അടുക്കാവൂ. ചേരുന്ന ഒരാൾ, അങ്ങനെ ഒരാളെയാണ് എനിക്ക് വേണ്ടത്. മോൾ ഇപ്പോൾ പറഞ്ഞില്ലേ, അങ്ങനെ ഒരാളെയാണ് മോൾക്ക് വേണ്ടതെന്ന്. പക്ഷേ നമുക്ക് എന്ത് വേണമെന്ന് മാത്രമല്ല, മറ്റേയാൾക്ക് എന്താണ് വേണ്ടത്, അയാൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടെ ചിന്തിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. എന്ത് കിട്ടും എന്നല്ല, എന്ത് കൊടുക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് കഴിയാത്തവർ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇണയെ സ്നേഹിക്കണമെന്നത് ബൈബിൾ വയ്ക്കുന്ന നിബന്ധനയാണ്. അതുകൊണ്ട് സ്നേഹിക്കാൻ എളുപ്പമുള്ളവരാണ് കണ്ടുപിടിക്കുക. അയാളെ സന്തോഷത്തോടെ സ്നേഹിക്കാൻ നിനക്ക് കഴിയണം. അതിന് കഴിയുന്നില്ലെങ്കിൽ എവിടെയോ ഒരു കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അവിടെ നിന്ന് ദുഃഖം കലർത്തുന്നില്ല എന്നല്ലേ. മാത്രമല്ല, യഥാർത്ഥ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, വല്ലപ്പോഴുമല്ല. പക്ഷേ ആദ്യമൊക്കെ കുറച്ച് വഴക്കുകൾ ഉണ്ടാകുന്നത് സാധാരണമല്ലേ? ആര് പറഞ്ഞു? വഴക്കിൽ തുടങ്ങുന്ന ഒരു ബന്ധം പ്രണയത്തിൽ അവസാനിക്കുന്നതും അവർ വിവാഹം കഴിക്കുന്നതും പിന്നീട് അങ്ങോട്ട് സുഖമായി ജീവിക്കുന്നതും ഒക്കെ സിനിമയിൽ. യഥാർത്ഥ ജീവിതത്തിൽ പക്ഷേ നല്ല സുഹൃത്തുക്കൾക്ക് മാത്രമേ നല്ല ഭാര്യ ഭർത്താക്കന്മാരാക്കാൻ കഴിയൂ. അങ്ങനെയൊരു ദാമ്പത്യത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകില്ലെന്നല്ല, മറിച്ച് യഥാർത്ഥ സ്നേഹമുള്ള ഒരു ബന്ധം നമുക്ക് ഒരിക്കലും ഒരു ഭാരമായി തോന്നില്ല. അങ്ങനെ ഒരു ജീവിതമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെയും ആഗ്രഹം അതാണ് മോളെ. പക്ഷേ വിവാഹ ജീവിതം സന്തോഷമുള്ളതാകണമെങ്കിൽ ഇപ്പോൾ തന്നെ നീ സന്തോഷവതിയായിരിക്കണം. സന്തോഷം അഭിനയിക്കണമെന്നല്ല, യഥാർത്ഥ സ്നേഹം പോലെ തന്നെയാണ് യഥാർത്ഥ സന്തോഷവും. അത് അഭിനയിക്കാൻ പറ്റില്ല. യഹോവയെ സേവിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് താനേ വന്നുകൊള്ളൂ. ഞങ്ങൾ പിന്നെ വലിയ സഭയിലായി. അത് വലിയൊരു അനുഗ്രഹമായി. വൈകാരികമായി അടുക്കാതെ തന്നെ പരസ്പരം നിരീക്ഷിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി. എൻ്റെ വീട്ടുകാരെ സഹോദരനും സഹോദരൻ്റെ വീട്ടുകാരെ എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാരോടുള്ള മറ്റേയാളുടെ പെരുമാറ്റം നിരീക്ഷിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. പ്രിസില്ലയുടെ അമ്മയെയും മുത്തശ്ശിയെയും ഒക്കെ എനിക്ക് നന്നായി അറിയാമായിരുന്നു. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ, പ്രിസില്ല ശരിക്കും അവരുടെ തനി പകർപ്പാ. പിന്നെ എന്താ, അതൊരു നല്ല കാര്യമല്ലേ? നല്ല മനുഷ്യരായിരുന്നു നിന്നെ പോലെ. സഹോദരൻ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ചെറുപ്പമാണെന്നാണ് വിചാരം. ഇതൊക്കെ എനിക്ക് പാട്ടൊക്കെ പാടിത്തരും. പക്ഷേ ഇത് മാത്രം പോരാ മോളെ ഒരു വിവാഹത്തിൽ. മോൾക്ക് കേൾക്കണം, വിവാഹത്തിന് മുമ്പ് ഞാൻ സഹോദരനോട് ഒരു ഉറപ്പ് വാങ്ങിയിരുന്നു. എല്ലാ ദിവസവും ഒരുമിച്ച് ബൈബിൾ വായിക്കും. ഞാൻ ഇന്നേ വരെ ആ വാക്ക് തെറ്റിച്ചിട്ടുണ്ടോ? കണ്ടോ തിന്നു, ഇങ്ങനെ ഒരാളെ കിട്ടാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നാലെന്താ? ഒരു സംഭവം ഇന്നും എൻ്റെ മനസ്സിൽ. ഒരു ദിവസം തൃപ്തിപ്പെട്ട് എവിടെയോ പോകുകയായിരുന്നു സഹോദരൻ. എന്നിട്ടും പൂന്തോട്ടത്തിൽ നിന്ന് എനിക്കൊരു റോസാപ്പൂ കുറച്ച് തന്നു. എനിക്കറിയണം, കൃത്യനിഷ്ഠക്കാരനായ എൻ്റെ ഭർത്താവ് അന്ന് വൈകിയെന്ന് മാത്രമല്ല, റോസമുള്ളവർക്ക് കൈ മുറിയുകയും ചെയ്തു.
ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ. സഹോദരനെ കിട്ടിയത് സഹോദരിയുടെ ഭാഗ്യം. ഇതുപോലൊരാളെ എനിക്ക് കിട്ടുമോ സഹോദരി? ഇതുപോലൊരാൾ വേറെ ഇല്ല മോളെ. പക്ഷേ നിനക്ക് നല്ല സഹോദരന്മാരുണ്ട്. പിന്നെ അമ്മാരും പൂർണ്ണരല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞ ഒരു ബന്ധം പ്രതീക്ഷിക്കരുത്. ഒരു സന്തുഷ്ട ദാമ്പത്യത്തിന് അതുകൊണ്ട് ആവശ്യവുമില്ല. എന്ന് വെച്ച് ആരെയും അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നോക്ക്, യഹോവയെ കുറിച്ച് ആളുകളോട് പറയാൻ നിനക്കിപ്പോഴും ഇഷ്ടമല്ലേ? അപ്പോൾ അത് ചെയ്യാൻ നിന്നെ സഹായിക്കുന്ന ഒരാളെ വേണം വിവാഹം കഴിക്കാൻ. അല്ലാതെ അതിനെ തടസ്സം നിർത്തുന്ന ഒരാളെ അല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുക, എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം. എന്തെല്ലാം നന്മകളാണ് യഹോവ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നിന്നിക്ക് നമ്മുടെ സാമിനെയും നിന്റെയും അറിയില്ലേ? നോർത്ത് സഭയിലെ ആ പൈനിയർമാരല്ലേ? ആ, അവര് തന്നെ. അവർക്ക് ദമ്പതികൾക്കുള്ള സ്കൂളിലേക്ക് ക്ഷണം കിട്ടിയത്രേ. ശരിക്കും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞങ്ങളെയാണ് വിളിച്ചത്. ബോഡി വന്നാൽ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയെന്ന് പറയാം. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കാമെന്ന് അവൻ പറഞ്ഞിരുന്നു. ആ പറയാം. നീ ഒന്നൊരു സഹായം. മോളെ എപ്പോഴും സന്തോഷമായിരിക്കണം കേട്ടോ. ഹായ് ബോബി. ആ നിമ്മി, ക്രിസ്ത്യൻ സഹോദരിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടറെ കാണാൻ ഇപ്പൊ പോയതേ ഉള്ളൂ. ശോ, അതിനു മുമ്പ് എത്തണമെന്ന് വിചാരിച്ചതാണ്. പൗലോസ് സഹോദരൻ ഒരു കാര്യം പറഞ്ഞു. നോർത്ത് സഭയിലെ സാമുവലിന്റെയെന്നല്ലേ അവർക്ക് ദമ്പതികൾക്കുള്ള സ്കൂളിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയെന്ന്. ഓ, ക്രിസ്തീയ ദമ്പതികൾക്കുള്ള ബൈബിൾ സ്കൂളോ? അത് കൊള്ളാമല്ലോ. ഇത് ഞാൻ ക്രിസ്ത്യൻ സഹോദരിക്ക് കൊണ്ടുവന്നത്. നല്ല ഭംഗി. ഇതിൽ നിന്ന് പറഞ്ഞ നിമ്മിക്ക് തന്നു വെച്ച് സഹോദരി ഒന്നും പറയില്ല. ആ ഓ സൂക്ഷിച്ചേ. ഇതുകൊണ്ട് തുടങ്ങി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവർ വരുമ്പോൾ തന്നെ കാണാമല്ലോ. അപ്പൊ ശരി, കാണാം. See you. എന്താ ഇത്? ഡാഡി മമ്മി കാണും. നമ്മുടെ കാര്യം തന്നെ അവർ അറിയുന്നു. ഓ, എന്റെ ഡാഡിയോട് മമ്മിയോട് എന്ത് പറയണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അപ്പോൾ എന്നെ കൊടുക്കാൻ തന്നെയാണ് എന്റെ പരിപാടി. ഞാൻ വാങ്ങി തന്ന ബ്രേസ്ലെറ്റ് വാങ്ങി കൈ വെച്ചിട്ട് നീ ആള് കൊള്ളാമല്ലോ. ഇതൊന്ന് ശരിക്കിട്. അയ്യോ, ഡാഡിക്ക് മമ്മിക്കും എല്ലാം മനസ്സിലാകും. അവിടെ നിൽക്ക്, ഞാൻ ശരിയാക്കാം. സമയം എത്രയായെന്ന് അറിയാമോ? സോറി, ഒരുമിച്ചിരുന്ന് സമയം പോയതാണ്. ഓ, അതിനെന്താ മോനെ, നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തോ? ആ, നന്നായിരുന്നു. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്റെ മോനെ. ഇനിയും വരണം കേട്ടോ. ഗുഡ് നൈറ്റ്. എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളോ. നിങ്ങൾക്ക് ഒരുമിച്ച് കുറച്ച് സമയം കിട്ടിയില്ല. നന്നായി. കണ്ടോ കണ്ടോ, എനിക്ക് ചേർച്ചയായിട്ടാണ് നല്ല മിടുക്കം വയ്യേ. ഇങ്ങനെ പോയാൽ ഈ അടുത്ത് തന്നെ ഒരു വിവാഹം നടത്തി. എന്നാലും സാമ്പത്തികമായി അവർക്ക് പേടിക്കാവുന്നില്ല. ഇന്നുണ്ടെങ്കിൽ നാളെ ഡെന്നി രാവിലെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ശരിയാ, അവൻ പെട്ടെന്ന് എന്റെ സ്നാനപ്പെടും. പിന്നെ എല്ലാവരും വിളിച്ചു കൂട്ടി അതിഗംഭീരമായൊരു വിവാഹം. അങ്ങനെ നമ്മുടെ മോൾക്ക് കിട്ടും. എല്ലാ സൗഭാഗ്യങ്ങളും ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഡെന്നി ഇവരെ സ്നാനപ്പെട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അതിലിപ്പോ എന്താ കുഴപ്പം? അത് ഞാൻ മറന്നുപോയി. എന്താ ഇത്ര ചിന്തിക്കാൻ? ഒന്നുമല്ലെങ്കിലും അവനൊരു പ്രസാദകനല്ലേ. മിക്കവാറും തന്നെ അവൻ ലോകങ്ങൾക്ക് വരാറുണ്ട്. പിന്നെ കളിയില്ലാത്ത ശനിയാഴ്ചകളിൽ വയസ്സേടത്തിനും കാണും. സാറാ, ഇതങ്ങനെ നിസ്സാരമാക്കാൻ പറ്റില്ല. അവൻ സ്നാനപ്പെടാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ബന്ധം അനുവദിച്ചു കൊടുത്താൽ അത് സഭയിലെ പദവിയെ പാടില്ല. ഉള്ളത് കൂടെ പോകും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? അവൾ ഡെന്നിയെ മറക്കണമെന്നാണ്. സാറാ, ഒന്ന് പതുക്കെ. ബൈബിൾ കാലങ്ങളിൽ ആളുകൾ ഇതിനേക്കാൾ വലിയ ത്യാഗം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ കാലത്ത് അവിശ്വാസികളുടെ വിവാഹം വെച്ച പുരുഷന്മാരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കും. അവർക്ക് അവരുടെ ഭാര്യമാരെ തന്നെ തിരിച്ചയക്കേണ്ടി വന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? മോളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ? കുറച്ച് കാത്തിരുന്ന് കരുതി അവർക്ക് ഒന്നും സംഭവിക്കില്ല. ആദ്യം വേണ്ടി സ്നാനപ്പെടുത്തുക, എന്നിട്ടാകാം വിവാഹം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ. സാറാ, നിങ്ങൾക്ക് അവരെ പണ്ടേ ഇഷ്ടമല്ലല്ലോ.
എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പോൾ അവളുടെ കൂടെ നിന്നില്ലെങ്കിൽ അവൾ സത്യത്തിൽ നിന്ന് പോകുന്നത് കാണേണ്ടി വരുന്നു. ഇങ്ങോട്ട് വന്നത് നിന്നെ രക്ഷിക്കാൻ. നീ ആപത്തിലൊന്നും ചാടരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. ഞാൻ കണ്ടു നീയും ഡെന്നിയും കിസ് ചെയ്യുന്നത് കോളേജിൽ. അതിന് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുകയാണ്. വിവാഹമോ? ഡെന്നി സ്നാനപ്പെടുന്നതിന് മുമ്പോ? ഡെന്നി ഉടനെ സ്നാനപ്പെടും. പിന്നെ ഈ നശിച്ച വീട്ടിൽ നിന്ന് പുറത്തു ചാടാനുള്ള ഏറ്റവും വലിയ അവസരമാണിത്. മേഘ, നീ ശരിക്കും ആലോചിച്ചു നോക്ക്. ഡെന്നി സ്നാനപ്പെടുന്നുള്ളതിന് എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്. നീ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിച്ചില്ലെങ്കിലും ഒരു മിഠായി കടലാസ് പോലെ അത്ര എളുപ്പം നിനക്ക് അവനെ വലിച്ചെറിയാനാകില്ല. അവനെ പോലെ സ്മാർട്ടായ ഒരാളെ വലിച്ചെറിയുമ്പോൾ യഹോവ ഈ ബന്ധത്തെ എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് നീ ചിന്തിച്ചോ? നീ യഹോവയോട് പ്രാർത്ഥിച്ചോ? അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചോ? എന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണിത്. നിനക്ക് അസൂയാണ്. മേഘ, നിങ്ങൾക്കിടയിൽ വഴക്കൊഴിഞ്ഞ സമയമുണ്ട്. നല്ലൊരു ബന്ധം ഇങ്ങനെയൊന്നുമല്ല. എല്ലാ ബന്ധങ്ങളും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാണ്. മേഘ, അത് സിനിമയിൽ. ജീവിതത്തിൽ പക്ഷെ പ്രശ്നങ്ങൾ ശാന്തമായി പറഞ്ഞു തീർക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവനെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതുവരെ നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. അല്ല, എന്നെ ഉപദേശിക്കാൻ നീ ആരാ? മേഘ, നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. കളിക്കാനല്ലാതെ എനിക്ക് ഒന്നും അറിയില്ല. ഒരു പക്വതയും ഇല്ലാത്ത ഭർത്താവിനെയാണോ നിനക്ക് വേണ്ടത്? അതോ ആത്മീയ പക്വതയുള്ള ഒരാളെയോ? മേഘ, ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. അത് മറക്കരുത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്തായാലും പരിഷ്കാരം തുടങ്ങിയ വീട്ടിലാത്ത ഒരു വട്ടപൂജത്തെ കേട്ടാൽ എന്നെ കിട്ടില്ല. ഓ, ആത്മീയതയുടെ കാര്യത്തിൽ വട്ടപൂജമായാലും നിനക്ക് കുഴപ്പമില്ല അല്ലേ? മേഘ, നിന്റെ തീരുമാനം നിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ നീ പറയുന്നത് കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നീ എന്നല്ല ആരും. ശ്രീമതി സ്റ്റെല്ലയുടെ പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ വിഷയത്തെ കുറിച്ച് ശ്രോതാക്കൾക്കുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, പേര് പറഞ്ഞോളൂ. മാഡം, എന്റെയും കുട്ടികളുടെയും കൂടെ ചെലവിടാൻ എന്റെ ഭർത്താവിന് സമയമില്ല. കിട്ടുന്ന സമയം മുഴുവൻ ഒന്നുകിൽ കളിക്കും അല്ലെങ്കിൽ ടിവിയിൽ കളി കണ്ടിരിക്കും. ഇങ്ങനെയൊരു ഭർത്താവിനെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? എത്ര നാളായി അദ്ദേഹം പെരുമാറാൻ തുടങ്ങിയിട്ട്? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷമായി. തുടക്കം മുതലേ ഇങ്ങനെയാണ്. ഓ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപിടി പ്രശ്നങ്ങളുടെ ബഹിർഗമനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റത്തിന് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ലായിരിക്കും. പക്ഷേ എന്നും ഇങ്ങനെ അയാളെ സഹിക്കേണ്ട കാര്യമില്ല അമ്മായിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്? കൂടെയുള്ള ജീവിതം മതിയായെന്ന് തുറന്നു പറയുക. അല്ലെങ്കിൽ താമസിക്കാൻ മറ്റൊരിടം നോക്കാൻ പറയൂ. നീ ഇത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു അല്ലല്ലോ? ഞാൻ അത് കൂടെ ഇടാൻ പറഞ്ഞു. സോറി. ഓ, സാരമില്ല. ഇപ്പൊ ഇത് എനിക്ക് ശീലമായി പോകില്ല. ഞാൻ തന്നെ അത് കൂടെ ഇട്ടില്ല. പിന്നെ നമുക്ക് പോകണ്ടേ? യാത്രയുടെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഡാഡിയും മമ്മിയും ഇപ്പോൾ എവിടെയാണ് മത്സരത്തിന് പോകുന്നതെന്ന് അറിയാമോ? ഓ, അത് ടൗൺ ഹാളിന്റെ അടുത്ത്. ഇനി 1 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ സ്ഥലത്തെത്തണം. നമ്മൾ പ്രത്യേക പൈനർമാരാണെന്ന് ഓർക്കണം. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ നമ്മളൊരു മാതൃകയായിരിക്കണം. ശരി ശരി, ഞാൻ ഇപ്പൊ റെഡിയാകാം. ഇത് നേരിട്ട് ഇപ്പൊ സുന്ദരനായിട്ടുണ്ട്. താങ്ക്സ്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണോ? എന്റെ ഭാര്യ സുന്ദരിയല്ലേ? അന്നും ഇന്നും. നമുക്ക് പോകണ്ടേ? ശരി ശരി, ബോബി റെഡി ആവുമ്പോഴേക്ക് ഞാൻ റെഡി ആയിട്ടുണ്ടാവും. ബോബി, ഇത് കണ്ടോ റീല്? ആരുടെയാണെന്നറിയോ? എന്റെ ഈ സമയമില്ലാത്ത സമയത്താണോ ഇങ്ങനെ നോക്കുന്നത്? മേഘനയാണ്. മേഘന? അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ.
വർഷം എത്ര കഴിഞ്ഞു. അവസാനം കണ്ടുമുട്ടിയപ്പോഴത്തേക്ക് അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഞാൻ കരുതി ഞങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന്. അവൾ എന്താ എഴുതിയിരിക്കുന്നത്? ഡിയർ നിന്നെ ഞാൻ ബോബി, പയ്യനെ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിവാഹത്തിന് വരാൻ കഴിയാത്തത് എനിക്ക് വിഷമമുണ്ട്. വരാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല അന്ന്. ഇപ്പോഴും കാര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. മോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. നീ അറിഞ്ഞു കാണും, എനിക്കൊരു മോൾ കൂടി ഉണ്ടായി, നിക്കിത. ഇപ്പോൾ 6 മാസമായി. ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവളെ മമ്മിയുടെ അടുത്താക്കും. അപ്പോൾ നിനക്ക് ഊഹിക്കാമല്ലോ എൻ്റെ തിരക്ക്. അതുപോലെ എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ട്. കേൾക്കുമ്പോൾ നിനക്ക് അത്ഭുതം തോന്നും. നീ ഇപ്പോഴും എന്നെ ഒരു ഫ്രണ്ടായി കാണുന്നുണ്ടെന്ന് കരുതുന്നു. എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കുക മേഘന. അവളുടെ ഫോൺ നമ്പറും ഉണ്ട്. അവൾ എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. നീ സഹായിക്കണം. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. വിവാഹം കഴിക്കാൻ എനിക്കൊരു തിടുക്കമായിരുന്നു അവൾക്ക്. അവളുടെ ഡാഡി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ എത്ര ശ്രമിച്ചത്. പക്ഷേ അപ്പോഴേക്കും അവൾ എന്നോട് വല്ലാതെ അടുത്തു പോയി. എന്തായാലും നമ്മളെ ആരും നിർബന്ധിച്ചില്ല. വിവാഹം കഴിക്കാനും പറഞ്ഞില്ല, കഴിക്കേണ്ടെന്നും പറഞ്ഞില്ല. യഹോവയുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ മൂപ്പന്മാരും അവളോട് പറഞ്ഞു. പക്ഷെ അവൾ കേട്ടില്ല. ബോബി, ഉച്ച കഴിഞ്ഞ് ഞാൻ ടൗണിൽ പോയി മേഘനെ ഒന്ന് കണ്ടാലും കൂട്ടത്തിൽ പൗര സഹോദരനെയും സഹോദരിയെയും ഒന്ന് കാണുകയും ചെയ്യും. ആ, അത് കൊള്ളാം. ഞാൻ നിന്റെ ഡാഡിയുടെ കൂടെ ആ ബൈബിൾ അധ്യയനത്തിന് പോകാം. ഡിന്നറിന് മുമ്പ് ഞാൻ എത്തും. ഞാൻ മേഘനയെ വിളിച്ചിട്ട് എവിടെ കാണണമെന്ന് ചോദിക്കാം. ബോബി, വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? ഡെന്നിയെക്കുറിച്ച് അവൾ ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയാണോ ആവോ? മേഘയല്ലേ? നിന്നെ? ഹോ, ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഓ, അപ്പോ ഞാൻ വല്ലാതെ തടിച്ചിട്ടുണ്ടെന്നോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എനിക്കറിയാം, ഞാൻ തടിച്ചിട്ടുണ്ട്. ജീവിതം മാറിയില്ലേ? കടുപ്പം കുറച്ച്, മധുരം കൂട്ടി, അങ്ങനെയല്ലേ എനിക്കിഷ്ടം. ഇരിക്കുന്നേ. എന്റെ ഇഷ്ടങ്ങളൊന്നും നീ മറന്നിട്ടില്ല. താങ്ക്സ്. നിന്റെ വിശേഷങ്ങൾ പറയും. നിങ്ങൾ രണ്ടാളും സുഖമായിരിക്കുന്നു? സുഖം തന്നെ. പയ്യനെ ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. നീ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം തന്നെ നിനക്ക് കിട്ടി അല്ലേ? പെർഫെക്റ്റ് മാരേജ്. പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. ഞങ്ങൾക്കും ഞങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്, കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ. വൃത്തിയുടെ കാര്യത്തിൽ എനിക്കുള്ള നിർബന്ധം നിനക്കറിയാലോ. ബോബി പക്ഷേ മുഷിഞ്ഞു തോന്നിയത് അവിടെയും ഇവിടെയും വിടും. പിന്നെ ഞാൻ വേണ്ടാതെടുത്ത് കൂടെ വിടാൻ ബോബിയെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെയും വൈകി ഇറങ്ങുന്ന എൻ്റെ ആ പഴയ ശീലം ഇപ്പോഴും മാറിയിട്ടില്ല. എന്തായാലും നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി. ഇനിയും അതുപോലെ ആയിരുന്നെങ്കിൽ അതെങ്ങനെ? എന്നെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ എനിക്ക് നേരമുള്ളൂ. ചില നേരത്ത് ബോബിയും എന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഓർക്കുന്നു. സ്നേഹം പ്രകോപിതമാകുന്നില്ല, അത് ദ്രോഹങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല, എല്ലാം സഹിക്കുന്നു എന്നൊക്കെയല്ലേ? നിന്റെ അവസ്ഥയല്ല എന്റേത്. ഡെന്നി മീറ്റിങ്ങിന് പോയിട്ട് മാസങ്ങളായി. ഇത്രയും സ്വാർത്ഥനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകിൽ ഓവർടൈം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പ്, അതുമല്ലെങ്കിൽ ടോണിയുടെ കൂടെ കളിക്കാൻ പോകും. ഇതൊന്നും അല്ലെങ്കിൽ ടിവിയും കണ്ടിരിക്കും. ഞാൻ എന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന ചിന്തയേ ഇല്ല. ഇനി അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും കടിച്ചു കീറാൻ. ഒരു വീട്ടിൽ താമസിക്കുന്നുവെന്നേ ഉള്ളൂ. എനിക്ക് ഡെന്നിയുടെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം. എനിക്ക് എല്ലാം ഒരു കുട്ടിക്കളിയാണ്. ദിവസവും കുറച്ചു നേരം നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ചില്ലേ? സംസാരിക്കാനോ? കൊള്ളാം. ഇതാണോ സംസാരം? ഇന്നെന്താ കഴിക്കാൻ? ആ കത്ത് കിട്ടിയോ? ഈ വീക്കെൻഡിൽ ഞാനും ടോണിയും കൂടെ കളിക്കാൻ പോകും, നീന്താൻ പോകും, സിനിമയ്ക്ക് പോകും. നീ തന്നെ പറ, ഇതാണോ സംസാരം? മേഘ, ബിസിനസ്സും സ്പോർട്സും അത് മാത്രമേ ഉള്ളൂ ഡെന്നിയുടെ മനസ്സിൽ. രാത്രി എപ്പോൾ വരുമെന്ന് എനിക്ക് ഒരു ഊഹവുമില്ല. ഇനി വരുമോ എന്ന് പോലും അറിയില്ല. മുമ്പൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് വെക്കുമായിരുന്നു. പക്ഷെ ആര് വരാൻ? ഇപ്പോൾ ഞാൻ അതും ചെയ്യാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം നേരത്തെ വീട്ടിലെത്തിയിരുന്നെങ്കിൽ എനിക്ക് പരാതിയില്ലായിരുന്നു. മേഘന, എന്റെ അവസ്ഥ കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. നീ എന്തിനു
വിഷമിക്കണം? എല്ലാം എന്റെ തെറ്റ്. നീ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. നിനക്കറിയില്ല ഞങ്ങളുടെ കാര്യം. ഞങ്ങൾ ശരിക്കും അപരിചിതരെ പോലെയാണ്. സ്നേഹമില്ല, സന്തോഷമില്ല, എന്നിട്ട് ശരിക്കൊന്ന് സംസാരിക്കാറ് പോലുമില്ല. എങ്ങനെയോ ജീവിച്ചു പോകുന്നു. ഒരു കൂരയ്ക്ക് കീഴിൽ അപരിചിതരെ പോലെ എന്നൊക്കെ പറയില്ലേ? നിനക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെയൊരു ജീവിതം? ഞാൻ താഴെടുന്നതൊക്കെ പെറുക്കി കളയുന്ന നിന്റെ ഈ ശീലം ഇനിയും മാറിയില്ലേ? ഡെന്നി ഇതുവരെ സ്നാനപ്പെട്ടില്ല അല്ലേ? അതെങ്ങനെ? എപ്പോഴും എന്തെങ്കിലും മൊഴികൾ കാണിച്ചു. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇനി അത് മതി. എന്നോട് തട്ടിക്കയറും. ഞാൻ എന്റെ അമ്മയെ പോലെ പരിഹാസ്യമാണത്രേ. പണ്ട് വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി ഡെന്നി കാണിച്ച അഭ്യാസം നീ ഓർക്കുന്നില്ലേ? എല്ലാവരും കരുതി അത് ധീരതയാണ്. ഞാനും അത് വിശ്വസിച്ചു. ഒക്കെ വെറും തോന്നലായിരുന്നു. യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാത്ത കലസ്, സ്പോർട്സ് ഭ്രാന്തൻ. ഇങ്ങനെയൊരു പോറങ്ങനെയാണല്ലോ ദൈവമേ എനിക്ക് ഭർത്താവായി കിട്ടിയത്. മേഘ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. മരണവും ജീവനും നാവിലെ അധികാരത്തിലിരിക്കുന്നു എന്നല്ലേ? ഡെന്നിയെ പരിഹസിക്കുന്ന പോലെ നീ ഒന്നും പറയരുത്. നിന്റെ ഭാഗം ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ തമ്മിൽ അകറ്റുകയുള്ളൂ. കഠിന വാക്ക് കോപത്തെ ചൂടിപ്പിക്കുന്നു എന്നല്ലേ ബൈബിൾ പറയുന്നത്? ഒരിക്കലും എന്നെ കൂടെ കൊണ്ടുപോകില്ല. ഒരു കാര്യത്തിനും എന്നെ സഹായിക്കില്ല. കുട്ടികളുടെ കാര്യം പോലും നോക്കില്ല. ഇങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? മേഘ, ഡെന്നി മാറണമെന്ന് നീ വാശി പിടിച്ചതുകൊണ്ടായില്ല. നീ ചെയ്യാനുള്ളത് നീ ചെയ്യണം. യഹോവയിൽ വിശ്വാസം വേണം. അവന്റെ തത്വങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം. വികാരത്തിന് പുറത്തൊന്നും ചെയ്യരുത്. പറയാൻ എന്തെളുപ്പം. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. എങ്ങനെയും ഈ ബന്ധം അവസാനിപ്പിക്കണം. എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. ഡെന്നിയോട് അവിശ്വസത കാണിച്ചിട്ടൊന്നുമില്ലല്ലോ. ആർക്കറിയാം, ചില സമയത്ത് സംസാരം കേട്ടാൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. എന്നെ വേദനിപ്പിച്ച് മാത്രമേ സംസാരിക്കൂ. വേഗം കുറച്ചുകൂടി പോസിറ്റീവായി ചിന്തിക്കും. വാസ്തവത്തിൽ നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഡെന്നി നിന്നോട് കൂടുതൽ അടുപ്പവും സ്നേഹവും കാണിക്കണം. സകല മനഃശാസ്ത്രത്തിലും ഒക്കെ പറയുന്നത് ഞാനത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. എന്റെ മനസ്സിലൂടെ ജീവിച്ചു നോക്കുന്നു. എന്നിട്ട് വാ, അപ്പോ സംസാരിക്കാം. മേഘ, നിന്റെ കണ്ണാടി. പൗലോ സഹോദര, പ്രിസില്ല സഹോദരി. കയറി വരൂ. ആരാത്? നിമികളാണോ? അതേ പ്രിസില്ല സഹോദരി. കയ്യും കാലും പണ്ടേ വയ്യാതായി. ഇപ്പോ ഇതാ കണ്ണിനും കാഴ്ചയില്ല. പ്രിസില്ല സഹോദരി, ഞാൻ മുടി ചെയ്തുതരാം. ശരി മോനെ. നല്ല സുഖം തോന്നുന്നു മോളെ. നീയും ബോബിയും നിങ്ങളുടെ പുതിയ നിയമനം ആസ്വദിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. യഹോവയുടെ വഴിയാണ് എപ്പോഴും ശരി. അതിന് തെളിവല്ലേ നിങ്ങളുടെ ജീവിതം? നിങ്ങളുടെ മാതൃകയും ഉപദേശങ്ങളുമാണ് ഞങ്ങളെ സഹായിച്ചത്. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ കൂടി നിങ്ങളുടെ ഉപദേശം വേണം. എന്താ ബോബി എന്തെങ്കിലും? അല്ലല്ല, മേഘനയുടെയും ഡെന്നിയുടെയും കാര്യമാണ്. എന്തു പറ്റി മോളെ? ഞാൻ അവളെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. പരസ്പരം വിമർശിക്കാനും കുറ്റപ്പെടുത്താനും മാത്രമേ അവർക്ക് നേരമുള്ളൂ. മൂപ്പന്മാരോട് സംസാരിക്കാൻ ഞാൻ അവളോട് പറഞ്ഞു നോക്കി. മൂപ്പന്മാർ അവളോട് സംസാരിച്ചിട്ടുള്ളത് നല്ലതാണ്. പക്ഷേ യഹോവയുടെ വഴികൾ അനുസരിക്കാൻ മേഘന ഇപ്പോഴും തയ്യാറല്ല. ഞങ്ങൾ ശ്രമം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഇപ്പോ വിവാഹമോചനം വേണമെന്ന് അവൾ പറയുന്നത്. വിവാഹമോചനം അതിന് തിരുവഴുത്ത് അടിസ്ഥാനമല്ല. അതവൾക്കറിയില്ല. അവളെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മേഘന മടുത്തിട്ടാണ്. പക്ഷേ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നും ചെയ്യാനില്ല. പിന്നീട് അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ശരിയോ മോളെ? ഞങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ശാന്തമായിരുന്നു പരിഹരിക്കും. ഭാരമായി ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞങ്ങൾ എത്ര ചെറുപ്പമായിരുന്നു. നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമല്ലേ? പക്ഷേ കണ്ണാടി കള്ളം പറയില്ലല്ലോ. ഞങ്ങൾ ഒരുപാട് മാറി. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. എന്നെ അഭിമുഖത്തിൽപ്പെടുത്തല്ല. ഇപ്പോൾ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ പുതിയ ലോകത്തിലുണ്ട്. അതൊന്നും ശരിയല്ല.
വഴക്ക് അപ്പോ കാണാൻ വേഗം. എന്റെ സഹോദരിക്ക് ഒരിക്കലും പ്രായമാകില്ല. സഹോദരനും അതിപ്പോ നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ സ്നേഹം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. അല്ലേ? അല്ലേ, പണ്ടത്തേക്കാൾ സ്നേഹമുണ്ട് ഇപ്പോൾ. അതെ അതെ, ഞങ്ങളെ ഒരുമിപ്പിച്ചതിന് ഞങ്ങൾ എല്ലാ ദിവസവും യഹോവയോട് നന്ദി പറയാറുണ്ട്. ഇപ്പോഴും ചെറുപ്പമാണെന്നാ വിചാരം. അന്നത്തെ പോലെ മുള്ളുകൊള്ളാനും നോക്കിക്കോ. ഓ, അന്ന് തന്ന റോസാപ്പൂവായത് മാറി നിറം വാങ്ങി. പക്ഷേ എൻ്റെ കണ്ണിൽ ഇതിൻ്റെ ഭംഗി ഒരിക്കലും കുറയില്ല. എൻ്റെ കണ്ണിൽ നിന്റെ ഭംഗിയും ഒരിക്കലും ഭംഗിയില്ല. എൻ പ്രിയ കാന്തയെ ഞാൻ ഹൃദയ സ്നേഹിക്കും. ദൈവം നിങ്ങളുടെ ഈ സ്നേഹം മേഘനയൊന്ന് കണ്ടിരുന്നെങ്കിൽ. നീ സ്വയം ഇതിനെക്കുറിച്ച് കാണണ്ട. ആർക്കറിയാം, നിന്റെ വാക്കുകൾ ഇപ്പോൾ തന്നെ അവളെ ചിന്തിപ്പിച്ചിട്ടുണ്ടാവും. ആത്മീയമായി നീ എങ്ങനെയാണ് ഒന്ന് നോക്കാം. എന്നിട്ട് സ്വയം ചോദിക്കാം, എങ്ങനെയായിരിക്കാനാണോ ഞാൻ ആഗ്രഹിച്ചത്, യഹോവ ആഗ്രഹിക്കുന്നത്? കാര്യങ്ങൾ യഹോവയുടെ വഴിക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളുടെ പരിണിതഫലം എന്തായിരിക്കും? യഹോവയുടെ വചനം ഈ കണ്ണാടി പോലെയാണ്. വിവാഹമോചനത്തെക്കുറിച്ച് അതെന്താണ് പറയുന്നത്? നീ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും കാണണ്ട. എനിക്ക് മടുത്തു. എങ്ങനെ ഈ ബന്ധം അവസാനിപ്പിക്കണം? മേഘ, എടാ, നേരെ ഒരുപാട് പോയി. എനിക്ക് പ്രശ്നമില്ല. നിനക്ക് പക്ഷേ ഭാര്യയും കുട്ടികളും ഉള്ളതല്ലേ, വീട്ടിൽ പോകണ്ടേ? ഓ, അവളുടെ മുഖം കാണാതിരുന്നാൽ അത്രയും നല്ലത്. എന്താണ്, എന്താ പ്രശ്നം? വല്ലാത്ത നാവ് അവൾക്ക്. അവളുടെ അമ്മയെ പോലെ തന്നെ. അത് നീ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. പക്ഷെ ഈയിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കാം. നീ ഒന്ന് തെളിച്ചു പറ. എന്താ മീറ്റിങ്ങിന് വരാത്തത്? കുറച്ചു നേരം ഒന്ന് വീട്ടിലിരുന്നു കൂടെ? ഇങ്ങനെ ഓരോ മനുഷ്യന്റെ സ്വയം കളി. അല്ല, അവൾ പറയുന്നതിൽ എന്താ തെറ്റ്? വീട്ടിലിരിക്കുന്ന ശീലം നിനക്കില്ലല്ലോ. ഓ, നീ തന്നെ പറ. കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും ഞാൻ എത്ര നേരം ആ വീട്ടിലിരുന്നു? ഉള്ള അങ്ങോട്ടും കൂടി പോകും. അതുകൊണ്ടാണ് ഓവർ കളിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ തടി തന്നത്. ഒന്ന് പോടാ. അവളെ കാണുന്നതിന് മുമ്പും നീ ഇങ്ങനെ തന്നെയായിരുന്നു. പണം ഉണ്ടാക്കൽ, കളി. പണം ചെലവാക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് അവൾക്ക്. എന്നാലെങ്കിലും ആ മുഖം ഒന്ന് തെളിഞ്ഞ് കാണണ്ടേ? അതെന്താ? എനിക്ക് ഡെന്നിയുടെ പണം വേണ്ട, ഡെന്നിയെ മതി എന്നാണ് അവൾ പറയുന്നത്. എടാ, അവളുടെ പ്രശ്നമല്ലേ അവൾ പറയുന്നത്. നീ അത് ശ്രദ്ധിക്കുകയല്ലേ വേണ്ടത്. ആ, എന്തായാലും അധികം വൈകാതെ എനിക്ക് കളിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടുമെന്നാണ് തോന്നുന്നത്. അതെന്താ, ഇനി ഓവർടേക്ക് ചെയ്യുന്നില്ല? അതൊന്നുമല്ല, അവൾക്ക് ബന്ധം ചെയ്യണം അത്ര. ബന്ധം ചെയ്യാനോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്താ പറയാ, നമുക്ക് ഇതേക്കുറിച്ചൊന്ന് സംസാരിച്ചു കൂടെ? അല്ലെങ്കിൽ സോറി അങ്ങനെ എന്തെങ്കിലും പറയാമല്ലോ. അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. അവൾ വക്കീലിനെ കണ്ടുകഴിഞ്ഞു. ഓ, യഹോവയുടെ സാക്ഷികൾ വിവാഹമോചനത്തിന് എതിരാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അതിന് ഞാൻ സാക്ഷിയല്ല. അല്ലേ? ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. അതെന്താ? എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സ്നാനപ്പെട്ടാൽ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് നീ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാതിരുന്നില്ലല്ലോ. ഓ, ഇത് അതുപോലെ അല്ലടാ. ജീവിതകാലം മുഴുവൻ പിന്നെ ആ വഴിക്ക് പോകേണ്ടി വരും. സ്നാനപ്പെടണമെന്ന് എനിക്കറിയാം, പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഡെന്നി, നീ കുട്ടികളെ മാറ്റി സീരിയസ് ആയി ചിന്തിക്കും. പ്രാധാന്യമുള്ളത് എന്താണെന്നും അല്ലാത്തത് എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റും. അല്ല, നിന്റെ കുട്ടികളുടെ കാര്യം എന്താണ്? എനിക്കറിയില്ല. ഇനിയിപ്പോ അതും തീരുമാനിക്കേണ്ടി വരും. എന്തായാലും വലിയ കഷ്ടം തന്നെ. അവിടെ നിന്ന് പോരേണ്ടി വന്നാൽ കുറച്ചു നാൾ നിന്റെ കൂടെ തങ്ങാൻ കഴിയും. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവനവന്റെ ചെലവ് അവനവൻ എടുക്കണം. ഓക്കെ, ഒരു 15 പോയിന്റ് കൂടി കളിക്കാൻ സമയമുണ്ടോ നിനക്ക്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത്
എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ നിന്റെ കാര്യം എന്നാണടാ നിന്റെ ജീവിതം ഒന്ന് നേരെയാകുക? ഡെന്നി, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ മീറ്റിംഗ് പോയിരുന്ന കാലത്ത് നീ ഇതിലും ഹാപ്പിയായിരുന്നു. ശരി, താങ്ക് യു. ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം. എവിടേക്ക് പോകും? അറിയില്ല, ചിലപ്പോൾ ടോണിയുടെ വീട്ടിൽ. ഞാൻ വിചാരിച്ചു ഡെന്നി. നീ എന്ത് വിചാരിച്ചു? നിനക്കൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ വക്കീലിനെ വിളിച്ചിരുന്നു. എന്തിന്? അയാൾക്ക് ഇനിയും പണം വേണമേ. ഞാൻ ഡിവോഴ്സ് ക്യാൻസൽ ചെയ്യാനാണ് വിളിച്ചത്. എന്താ പറഞ്ഞത്? എല്ലാം നമ്മൾ തീരുമാനിച്ചതല്ലേ. നമ്മൾ പിരിയുന്നുണ്ടോ ഇല്ലയോ? ശരിക്കും ഡെന്നി അത് ആഗ്രഹിക്കുന്നുണ്ടോ? നീയല്ലേ പറഞ്ഞത് എന്താ പിരിയണമെന്ന്? എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ തളർന്നു ഡെന്നി. വഴക്കടിക്കാൻ ഇനി വയ്യ. എല്ലാം ഒന്ന് നേരെയായിരുന്നെങ്കിൽ. അതൊരിക്കലും നടക്കില്ല. എന്തുകൊണ്ടില്ല? നമ്മൾ രണ്ടും രണ്ട് ധ്രുവങ്ങളല്ലേ. നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ഒരിക്കലും. ഇതിപ്പോ ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ നീ ടെന്നീസ് കളിക്കുന്നത് പോലെയാണ്. രണ്ടുപേർക്കും കളിയുടെ നിയമം ഇവിടെ അറിയില്ല. ഡെന്നി, നമ്മൾ എന്താ ഇങ്ങനെ? എനിക്കറിയില്ല. നമ്മൾ ഇങ്ങനെ ആകരുതായിരുന്നു. നിനക്ക് എന്താ വേണ്ടത്? ഒന്ന് തെളിച്ചു പറ. എനിക്ക് ഡെന്നിയെ വേണം. ഓ, ഞാൻ സ്നാനപ്പെട്ടെങ്കിൽ മാത്രം അല്ലേ? അല്ല ഡെന്നി, സ്നാനപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് ഡെന്നിയാണ്. അത് പ്രധാനമാണെന്ന് ഡെന്നിക്ക് തോന്നുന്നെങ്കിൽ, യഹോവയുടെ സ്നേഹമുണ്ടെങ്കിൽ മാത്രം. ടോണിയും പറഞ്ഞു, മീറ്റിംഗിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇതിലും ഹാപ്പിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ഒരു നല്ല ഭാര്യയും ഭർത്താവുമായി. നീ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? ഡെന്നി എന്നോട് സംസാരിക്കണം, എന്നെ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഡാഡിയെ പോലെയാണ്, വലിയ സംസാരപ്രിയമൊന്നുമല്ല. പക്ഷേ വല്ലപ്പോഴുമെങ്കിലും ശാന്തതയും സൗമ്യതയും കാണിക്കാൻ നീ തയ്യാറായാൽ ഒരു പക്ഷേ. ഓഹോ, അപ്പൊ പിന്നെ കാര്യം എളുപ്പമായിരുന്നു. സോറി ഡെന്നി. ആൽബത്തിൽ എന്താ നീ നോക്കിക്കൊണ്ടിരുന്നത്? ഈ ഫോട്ടോ. ഇതോ? വാട്ടർ ടാങ്കിന് മുകളിൽ നിൽക്കുന്ന ഈ ഫോട്ടോ. ഞാൻ വിചാരിച്ചു ഡെന്നി ഒരു ധീരനാണ്. ഞാനോ? പക്വതയില്ലാത്ത കാലത്ത് എന്തോ കാട്ടിക്കുട്ടിയെന്നല്ലാതെ. അന്ന് നമുക്ക് രണ്ടുപേർക്കും പക്വതയില്ലായിരുന്നു. അതുകൊണ്ടല്ലേ മുന്നും പിന്നും ചിന്തിക്കാതെ നമ്മൾ വിവാഹത്തിലേക്ക് എടുത്തു ചാടിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, വിവാഹം കുട്ടിക്കളിയല്ലെന്ന്. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അത് വിജയിക്കുമെന്ന്. ഡെന്നി, ഞാൻ ഒരുപാട് ചിന്തിച്ചു. നമ്മളെക്കുറിച്ച്, നമ്മുടെ കുട്ടികളെക്കുറിച്ച്. കുട്ടികളെക്കുറിച്ച് എനിക്കും ചിന്തയുണ്ട്. ഡെന്നി, നമുക്ക് പിരിയാതിരുന്നുകൂടെ? നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചുകൂടെ? യഹോവയ്ക്ക് ഒരു അവസരം കൊടുത്തുകൂടെ? യഹോവ പറയുന്നത് പോലെ ചെയ്യണം എനിക്ക്. യഥാർത്ഥ സ്നേഹം കാണിക്കണം എനിക്ക്. പ്രിയപ്പെട്ട ഡെന്നി, നിനക്കറിയോ, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഡെന്നിയും ഞാനും നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. നമ്മുടെ സൗഹൃദം എന്നും എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കും. യഥാർത്ഥ